ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പിടിക്കാണ്ടൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളങ്ങനെ നീൽ ഐലൻഡിൽ തന്നെയാണ് ഉള്ളത്. നീൽ ഐലൻഡിൽ സീതാപൂർ ബീച്ചിലാണ് നമ്മളുള്ളത് കേട്ടോ. അതിലിവിടെ മുറുമുറുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. കുഞ്ഞിനെ ആണ്, പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നതിന് അതിനെ പേടിപ്പിച്ച് ഓടിച്ചു വിടുക കേട്ടോ. എനിക്ക് തോന്നുന്നു കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ചെവിയും മുഖം കാണാൻ നല്ല ഭംഗി. അല്ല, പക്ഷെ മറ്റേ ഇത് നാടൻ പട്ടിയല്ലേ, പക്ഷെ അല്ലാതെ വേറെ ഈ ഒരു ക്രോസ് അടിച്ച പോലത്തെ നല്ല മുഖം കേട്ടോ. ഉണ്ടോ ദുഷ്ടത്തി. ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ നിന്നപ്പോൾ അതിന് ഓടിച്ചു വിട്ടോ അവിടെ നിന്ന്. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. എന്തിന്? ഒരു കാര്യമില്ല. എന്നാ പോവാ നമുക്ക്. ഫുള്ള് കാണാനൊരു പച്ചപ്പാണ് കേട്ടോ. ഒരു നല്ല വല്ലാത്തൊരു പച്ചപ്പാണ്. സ്ഥലം അടിപൊളിയാണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഇറങ്ങാനൊരിതില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാം. അപ്പം അതാവുമ്പോൾ ഫുള്ള് ബീച്ചുമാണ്. അപ്പം നമുക്ക് ഇറങ്ങുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹണിമൂൺ കപ്പിൾസിനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല സ്പേസാണ്. നല്ല എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഈ ഹണിമൂൺ കപ്പിൾസിൻ്റെ കുറേ പാക്കേജുകൾ ഇങ്ങനെ ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്. കേട്ടോ വീടൊക്കെ കണ്ടോ, നല്ല അടിപൊളി വീട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വീട് തന്നെയാന്ന് തോന്നുന്നു, അത്യാവശ്യം വലിയത്. അതിൽ നിന്നൊരു കാ കുറയ്ക്കാം ഇതേട്ടോ. കൊള്ളാല്ലേ. മോഷണം ഒരു നല്ല സ്വഭാവമല്ല. അപ്പോൾ ഒരെണ്ണം മോഷ്ടിച്ച് ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞ് മോഷ്ടിപ്പിച്ചത് ആരാണാവോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് പറഞ്ഞു ബോർഡ് കണ്ടിട്ട് പോവുകയാണ് കേട്ടോ. രാംനഗർ ബീച്ച് എന്നാണ് പറഞ്ഞത്. റിസോർട്ടിലേക്കുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണതാണ്. പക്ഷെ അങ്ങനെ വഴിയൊക്കെ ഉണ്ടോ, രണ്ട് സൈഡിലും മറ്റേ പുല്ല് ചെടിയൊക്കെ പിടിച്ചിട്ട് കൊള്ളാം. അത് വീടിൻ്റെ മുറ്റമാണോ? അതൊക്കെ വീടുകളാണല്ലോ. ഇതൊക്കെ വീടുകളാട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടാവോ? കൊള്ളാല്ലേ. നമ്മളെ മറ്റേ കേരളത്തിലൊക്കെ പോകുന്നൊരു ഫീല്. കേരളത്തിലൊന്നും ഇത്രയും തെങ്ങില്ല ഇപ്പൊ. അതാണ് വേറൊരു കാര്യം. മൊത്തം നശിച്ചു പോവാ. പിന്നെ മൊത്തം പോകുന്നു, വെട്ടുന്നു. ഫുള്ള് തെങ്ങും തോട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഇതിന് നല്ലൊരു വരുമാനം ഉണ്ടാവൂല്ലോ ഇവർക്ക്. തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ ഇത് കണ്ടോ. ഈ ഇതിൻ്റെയൊക്കെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന സാധനം എന്താ പറയുക, പവിഴപ്പുറ്റല്ലേ ഇത്? അതിൻ്റെ വേസ്റ്റ് എന്തോ ആണ് കേട്ടോ. അതുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. ഒരു ഭംഗിയുണ്ട്. അങ്ങനെ ഇതെവിടെയൊക്കെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെച്ചേക്കുക. നമുക്ക് ബീച്ചിലേക്ക് പോയി നോക്കാവേ. ഇതുണ്ടോ ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ട്. ഇവിടെ ഒന്നും പക്ഷെ ആരും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. കാരണം രക്ഷിക്കാനൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. അതത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വെറൈറ്റി സൈസ് ആട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ അവിടെ വേഗം പോയി നോക്കാം. നല്ല വെയിലാട്ടോ. മുതലുണ്ടോ? ഇവിടെ മുതലില്ലല്ലേ. ഇതുണ്ടോ, ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം കേട്ടോ. പക്ഷേ അത് പാറയാടി. പറയാം. ഓ നനയുണ്ടല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ഈ സൈഡിലൊക്കെ കണ്ടോ അതിന്റെ കുഞ്ഞു നല്ല പവിഴപ്പൂറ്റിന്റെ കഷ്ണങ്ങള്. ഇതില് കുഞ്ഞു കക്കയൊക്കെ ഉണ്ട്. ഇത് അതേതായാലും നോക്കണം. കൊള്ളാല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇതുണ്ടോ, ഞാൻ ആ സാധനം തിന്നിട്ടോ. അതല്ല പ്രത്യേകത. മറ്റേ സ്ഥലത്തൊക്കെ മണലാണ് കൂടുതൽ. അവിടെ നിന്നായ മണലെല്ലാം കഴുകി കളയുക കേട്ടോ. ഇവിടെ മണലില്ല. ഈ പവിഴപ്പുറ്റിൻ്റെ സംഭവമാണുള്ളത്. ഏകദേശം ആ ഒരു തിരമാല ഇപ്പോൾ വരുന്നതിൻ്റെ അവിടെ വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും.
ഫുള്ള് ഈ പവിഴപ്പുറ്റ് മാത്രം കേട്ടോ. നമ്മളിവിടെ ഇറങ്ങാൻ പാടില്ല. കാരണം മെയിൻ പ്രശ്നം ഇവിടെ ആരുമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും ആരും അറിയില്ല. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇതും ഒരു ലാസ്റ്റ് ഭാഗം തന്നെയാന്ന് തോന്നുന്നു അല്ലേ? നമ്മളാ നേരത്തെ ഇറങ്ങിയത് ആ ഭാഗത്താണോ? അങ്ങ് ആ മൂലക്കാട്ടോ, ഇതിൻ്റെ അങ്ങേ മൂലക്കാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ഇത് വേറൊരു സ്ഥലമാണ്. പക്ഷെ ഇനി ആ കടയിൽ ആളുള്ളതാണോ ഫുഡ് കഴിക്കാൻ പോയതാണോ എന്ന് നമുക്കറിയില്ല. എന്നാ പോവാം കൂടുന്നത്. എന്നാ ബാ. ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം പറിച്ചത്. ഇത് പുളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പുളിയായിപ്പോയി. എന്തായാലും പറിച്ചു, ഞാൻ പറഞ്ഞല്ലേ. നല്ല മഞ്ഞ കളറുള്ള പറിച്ച നല്ല സൂപ്പർ സാധനം, വലിയ പുളിയൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിന്റെ പേര് പറിച്ചതാ. പക്ഷെ കുളിച്ചിട്ട് വായിലോട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ. എന്നാ പോവാ. ഇതെല്ലാം പവിഴപ്പുറ്റ് തന്നെയാ. അപ്പോൾ നമ്മളങ്ങനെ ബാൻഷൂ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ചാക്കടയിലേക്ക് കയറി കേട്ടോ. ഹോട്ടലാണ്, ലഞ്ചും ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്, എല്ലാത്തിൻ്റെയും റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മാംഗോ ലസ്സി 160, അങ്ങനെ എല്ലാ സാധനത്തിൻ്റെ എഴുതി. ബ്രേക്ക്ഫാസ്റ്റ്, സ്പെഷ്യൽ മെനു എല്ലാം ഉണ്ട് കേട്ടോ. ആൻസി നോക്കിക്കോ എന്താ വേണ്ടത്. ജ്യൂസ് വന്നു കേട്ടോ ഞങ്ങളുടെ. ഇത് എന്താ ഇടേ? മാംഗോ ലസ്സിയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേ. ചേട്ടാ ഇവിടെ വണ്ടിയും കൂടി കയറ്റി വെക്കുക, കാരണം നല്ല വെയിലുണ്ട്. ഇവിടെയൊക്കെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുക്ക് ചെയ്ത് തരിക കേട്ടോ. അപ്പം ഞങ്ങളൊരു ഫിഷ് താലി പറഞ്ഞു. അപ്പം അത് ലസ്സിക്ക് 160 രൂപ. ഫുഡിനൊക്കെ ഒടുക്കത്തെ റേറ്റാ. ഈ ഒരു ഗ്ലാസ്സിന് 160 രൂപയാണ്. ഒരു താലി ഞങ്ങൾ പറയാൻ കാരണം 300 രൂപ. ഒരു താലി പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് അത് ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി പോയിട്ടേ ഉള്ളേ. പക്ഷെ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം അല്ലേ, ആരെയും കൊണ്ട് ശല്യങ്ങളില്ല. ജ്യൂസ് അടിപൊളിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്തിരി ട്രൈ ചെയ്ത് നോക്കി. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെക്കാതിരിക്കരുത്. ചേട്ടൻ്റെ ഒരു കടിയും ഒരു വലിയും എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അത് പെട്ടെന്ന് തീർന്നു പോകും. ഒരു കഷ്ണം കടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അതിന് 90% കടിച്ചെടുത്തിട്ട് കുറഞ്ഞ ഭാഗം നമുക്ക് തരുവേ. അങ്ങനെയാണ്. താലി കണ്ട് കണ്ണും തള്ളി നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ആകെയുള്ളത് ഒരു മീൻ കറി, പരിപ്പ് കറി, ഇത് ഉരുളക്കിഴങ്ങ്, അത് 2 പപ്പടം. ഈ ഒരു മീനിനാണ് 300 രൂപ. അമ്മേ, തിന്നാൻ ഇറങ്ങുമോ അല്ലേ? ഇവർക്കൊക്കെ തിന്നാൻ ഇറങ്ങുമോ? എന്തൊരവസ്ഥയാണ് നോക്കണേ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ. ഫുഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, അതാണ് അവസ്ഥ. ഇവിടുത്തെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. ഒരു കഷ്ണം മീനാണ് അതിനകത്ത് ആകെ ഉണ്ടായിരുന്നത്. 300 രൂപ മേടിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്തോ. കാരണം ഇവിടെ മീനിന് പറ്റിയ റേറ്റ് കുറവാണ്. നമ്മൾ മീൻ വാങ്ങിയത് മീനിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടി തന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടോ, ഇതാണ് ടൂറിസം വിജയിക്കില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പറ്റിക്കലിൻ്റെ മെയിൻ ആൾക്കാരാണ് ഇവരൊക്കെ. ആകെ ഞങ്ങളിപ്പോൾ ഒരാളാണ് ഇവിടെ ഇത്രയും നേരം, ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത്രയും നേരമായിട്ട് ഒരാളാണ് ഈ ഹോട്ടലിൽ വന്നേക്കുന്നത് കേട്ടോ. 2-3 മീനിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമ്മളപ്പം ഗോവയിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ കുറ്റം പറഞ്ഞില്ലേ, കുറ്റം പറയാൻ പാടില്ലായിരുന്നു അല്ലേ. ഒന്ന് പോവാം. നമ്മുടെ നാട്ടിലൊന്നും വളരില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ. വളരില്ലാത്തതെന്ന് പറഞ്ഞാൽ ചില പറമ്പുകളിലൊന്നും ഉണ്ടാവില്ലാത്തൊരു സാധനമാണ്. ഞങ്ങളുടെ അമ്മേനെ വേണം ഇവിടെ കൊണ്ടുവരാൻ അല്ലേ. അമ്മ വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ അമ്മയുടെ തുണിയൊക്കെ അമ്മ ഇവിടെ എടുത്ത് കളഞ്ഞിട്ട് ഒരു കെട്ട് കറിവേപ്പിലയും കൊണ്ട് പോകട്ടോ. ഈ നിൽക്കുന്ന മുഴുവൻ കറിവേപ്പിലയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ അടുത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കറിവേപ്പിലേൻ്റെ മണമാണ് കേട്ടോ. ഇതുണ്ടോ കറിവേപ്പിലേൻ്റെ ഒരു അയ്യരുകളി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. ഞാൻ നേരത്തെ റൂം എടുത്ത് തിരിച്ച് അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ഈ സെയിം അവസ്ഥ കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് കറിവേപ്പില ആയിരിക്കില്ല, ചിലപ്പോൾ വല്ല പുല്ലും ആയിരിക്കും. പക്ഷെ കറിവേപ്പിലയാണ് കേട്ടോ. അതുപോലെ ഇതൊരു തരം ചേമ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയതാട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ റൂമിലെത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാലോ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പിന്നെ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ബീച്ചിലേക്ക് എടുക്കാനുള്ള ഡ്രസ്സുകൾ എടുക്കണം, അതും കൂടി വിചാരിച്ചിട്ടാട്ടോ വന്നേക്കുന്നത്. അങ്ങനെ ഒരു തോർത്ത് മാത്രമാണ് ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നനഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ടാലും നമ്മുടെ മേത്ത് ആ നനവുണ്ടാവും. അപ്പോൾ 2 ജോഡി ഡ്രസ്സ് അങ്ങ് പോയി കിട്ടും. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നനഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അതുപോലെ ഇങ്ങ് പോരും കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് ഡ്രസ്സ് മാറാമെന്നാണ് തീരുമാനിച്ച് പോകുന്നത്.
ജസ്റ്റ് ഈ തോർത്ത് വെച്ച് ഒന്ന് കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞിട്ട് പോന്നാൽ പോരെ. അങ്ങനെ തീരുമാനിച്ചാണ്ട് ഞങ്ങൾ പോവാ കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ബീച്ചിലോട്ടാണോ? അല്ല, നമ്മൾ ബീച്ചിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ ഒരു ഇതുണ്ട്, നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ട്. അത് പ്രകൃതി അങ്ങനെ നിന്ന് വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തന്നെ ആയ ഒരു പാലമുണ്ട്. ആ പാലം കാണാൻ വേണ്ടിയാവും. ഓക്കേ ചേട്ടാ, അപ്പൊ അതൊരു ബീച്ചല്ലേ? ബീച്ച് തന്നെ, ബീച്ച് തന്നെയാ. ബീച്ചിന്റെ സൈഡിലുള്ള ഒരു സെറ്റപ്പ് ആണ്. ഇവിടെ നേരെയല്ലേ ഇവിടെ, അതായത് ലക്ഷ്മണപുര ബീച്ച്. ലക്ഷ്മണപുര ബീച്ചോ? 2 അങ്ങനെ കൂടി പറയും. ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ബീച്ചിലും കൂടി പോയിട്ട് അല്ല, വീട്ടിലല്ല, റൂമിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി വെച്ചു കേട്ടോ. വണ്ടി ഇത് അവിടെ വെച്ചു. ഇവിടെ മെയിൻ വേറൊരു കാര്യം, കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് പറയാനേ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യരുത്. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഗൈഡ് വേണോ? ഗൈഡ് വേണോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഗൈഡ് നമ്മളെ പുറകാലം കൂടിയിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ഷോപ്പും കാര്യങ്ങളാണ്. ഈ വഴി ഇങ്ങനെ അങ്ങ് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇവർ നമ്മളെ വിടില്ല, അതാണ് വേറൊരു കാര്യം. ഇവിടെ കണ്ടോ, ഈ ഒരു സൈഡിലുള്ള കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്കുള്ള കടകളൊന്നും തുറന്നിട്ടില്ല, കാരണം സീസൺ അല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം. ഇത് നമ്മൾ കട്ടറിച്ച നമ്മുടെ അങ്ങനെയുള്ളതാണ് പറിക്കണ്ടേ അല്ലേ? മഞ്ഞ കളറുള്ളത് പറിച്ചാൽ നല്ലതാണ്. ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല. ഇനി ഈ സാധനം എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് തന്നെ. ബോബോസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇതാണ് ഈ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതല്ല നാച്ചുറൽ ബ്രിഡ്ജ്. നാച്ചുറൽ ബ്രിഡ്ജ് വേറെയുണ്ട്. ഇതിൽ കൂടി നടന്നു പോണം, അങ്ങോട്ട് നടന്നു പോകണം. വെള്ളടിച്ച് കുഞ്ഞു കുഞ്ഞു എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഞണ്ടുകള് വെള്ളം ഉണ്ടായിരുന്നോ? ഇത് കണ്ടില്ലോ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ട് അല്ലേ? ചിലപ്പോ കുറച്ചു നേരം കൂടി കയറുമായിരിക്കും. ഒരു പവിഴപ്പുറ്റ് പോലത്തെ പുറ്റ് അല്ലേ? ഈ ഒരു ഏരിയ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ മേളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാനും. അങ്ങനെ നമ്മള് നാച്ചുറൽ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ. കാരണം ഇത്രയും ദൂരമാണുള്ളൂ, സ്വയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചേട്ടൻ നമ്മുടെ കൂടെ വന്നു ഇവിടെ വരെ. അവരുടെ ജീവിതമാർഗ്ഗമല്ലേ അല്ലേ? കൊള്ളാം, അടിപൊളി. ഇവിടുത്തെ ഈ സംഭവം ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ടാവും അല്ലേ? വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അങ്ങനെ അത് പോയി, ബാക്കി ഒരു ബ്രിഡ്ജ് പോലെയായി. കൊള്ളാം. നാച്ചുറലി ഫോർമേഷൻ നടന്നതാണ് സംഭവം. ഈ കാലങ്ങൾ കഴിയുമ്പോൾ കുറെ സംഭവങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഇവിടെയൊക്കെ നല്ല ഒരു ഫുള്ള് ഞണ്ടും കുഞ്ഞുങ്ങളും. പിന്നെ നടക്കാനാണെങ്കിലും പേടിക്കണ്ട, പക്ഷെ പേടിക്കണം. വെള്ളം കയറി തുടങ്ങി. വെള്ളം കയറി തുടങ്ങിയുള്ള കോമഡി എന്താന്ന് വെച്ചാ, അതല്ല, വെള്ളം വല്ലാണ്ട് ഇവിടെ വരെ കയറിയുള്ള കോമഡി എന്താന്ന് വെച്ചാൽ ഇതിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വരിക. ഇനി ഇവിടെ കണ്ടു പറഞ്ഞതാ, ഞങ്ങളത് കാണാൻ പോയിന്നൊന്നും ആരും പറയരുത്. കണ്ടോ, നീരാളിയാണോ എനിക്കറിയില്ല. അവിടെ ഒരു കാല് കാണുന്നല്ലേ, നീരാളിയാ. ഇളക്കി വിട്ടാലേ ഉള്ളിലേക്ക് കയറി പോകലുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ 2-3 കാലുകൾ കാണുന്നുണ്ടേ. ഇത് നീരാളിയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. വെറുതെ നീരാളി കടി കൊള്ളണ്ട. അങ്ങനത്തെ എന്തോ ആണ്. എത്രയോ കാലുകൾ കാണുന്നുണ്ടല്ലോ. തോണ്ടാൻ പറ്റുമോ ഇതിനെ? സംഭവം കൊള്ളാട്ടോ, അടിപൊളിയായേ. വേണ്ട, ഇവിടുന്ന് അങ്ങോട്ടൊരു കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെയാണ് ആ ബ്രിഡ്ജ് കേട്ടോ. എല്ലാവരും അതിൻ്റെ താഴെയും കാര്യങ്ങളൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു മാർക്കറ്റിംഗ് ആണ്, ഫോട്ടോ മാർക്കറ്റിങ്. അവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് തരുമെന്ന് പറയും നമ്മളോട്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പോയിക്കോളും. പക്ഷെ അവർക്ക് മര്യാദ ഉണ്ട് കേട്ടോ. വേണ്ട, ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണോ? ഓക്കെ. ഇത് കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ സംഭവം. ഇതിൽ വേറെ സംഭവത്തെ കാണിച്ചില്ല. ഈ കറുത്ത സാധനം കണ്ടോ, ഇത് ഒച്ച ആണോ എന്ന് എനിക്ക് സംശയം. കടലൊച്ച വല്ലതും ആയിരിക്കും. ഇങ്ങനെ മെല്ലെ നീങ്ങുന്നുണ്ട് കണ്ടോ, തലയൊക്കെ അനങ്ങുന്നുണ്ട്. അത് സംഭവം എന്തായാലും ഇതൊരു രക്ഷയില്ല കേട്ടോ, ഇതൊരു രക്ഷയില്ല. നമുക്കത് അപ്പുറത്തേക്ക് പോവാടി, ജസ്റ്റ് ഒന്ന് നടക്കും. അങ്ങനെ പോവാം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കണ്ടോ അവിടെ. ഇത് അത് കണ്ടോ, അതൊക്കെ വെള്ളം അടിച്ച് അങ്ങനെ
ഷേപ്പ് മാറുന്ന. വെള്ളമാവും. ആ ഇത് പണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ? അതിന് മേളിൽ കൂടി നടക്കാൻ പറ്റുമോ? താഴെ കിടക്കും. ഇവരിവിടെ ഇരുന്നിട്ട് ഈ മീനുകളെയൊക്കെ തൊടുവും ഇതാക്കുക കേട്ടോ. പിള്ളേരല്ലേ. വേറൊരു സാധനം കിടക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വേറൊരു അതിന്റെ കറുപ്പല്ല, അതിന്റെ ബ്രൗൺ കളർ. പിള്ളേര് കേട്ടാ, പിള്ളേര് ഹായ് ഒരേ തോണ്ടും പെറുക്കും കേട്ടോ. ഇത് വേറെ കണ്ടോ വെറൈറ്റി സാധനങ്ങളൊക്കെ. നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്തേ. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അത് കാണാത്തേ ഓരോ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് കടലല്ലേ? കടലിലെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കണത്. ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ആണോ? ഞാൻ കണ്ടില്ല. വെറൈറ്റി ഒരു കളർ മീനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സൈഡിലായിട്ട്. ഒരു ബ്രിഡ്ജും കൂടി ഉണ്ട്. ഇനിയുണ്ട് ബ്രിഡ്ജ്? ഓ, അവിടെ വരെ പോണോ? നടക്കുന്നതിനുണ്ടായിട്ടില്ല. ഇനിയിപ്പോ വെള്ളം കൂടി വരും. ഇതിലുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് വലിയ മീനുകൾ. എന്താ നീന്തി പോണു. അങ്ങനെയാണ് ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അല്ല, ഇംഗ്ലീഷുകാരൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ? ഇവിടെ എവിടെയെങ്കിലും അവരങ്ങ് ടെന്റ് അടിക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കോല് വെച്ച് കുത്തിക്കൊല്ലും, ചുട്ട് തിന്നുന്നു. തിന്നാൻ പറ്റില്ലായിരിക്കും, നമുക്ക് തിന്നാൻ പറ്റില്ലായിരിക്കും, അവരൊക്കെ തിന്നുമല്ലോ. പക്ഷെ വലിയ മീനുകളാട്ടോ. പിന്നെ നിങ്ങള് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. വെള്ളം വന്നപ്പോ കേറി പോയതായിരിക്കും അറിയാതെ അല്ലേ? ഇതിലൊക്കെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ഈ വെള്ളം ഇങ്ങോട്ടേ ഈ ലോ ടൈഡും ഹൈ ടൈഡും ഒക്കെ ഉണ്ടല്ലോ. അത് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഫുള്ള് കയറുമായിരിക്കും. പക്ഷെ എന്തായാലും ഇതിൻ്റെയൊക്കെ മേളിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. നല്ല അടിപൊളി. ഇതൊക്കെ ഈ വെള്ളമൊക്കെ കണ്ടോ? വെള്ളമാണ് അടിപൊളി ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്. പിന്നെ ഉള്ളൊരു കാര്യം ഇത് കണ്ടില്ലേ, ഈ കല്ലുകളൊക്കെ കണ്ടില്ലേ? അതേപോലെ ആ മേളിൽ നിൽക്കുന്ന മരം കണ്ടോ? അത് വല്ലാത്തൊരു ഷേപ്പിലാട്ടോ നിൽക്കുന്നത്. നമ്മുടെ അയിനിയൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ വേറൊരു ഷേപ്പ്. ഇത് കാണുന്നത് കണ്ടോ? കാണുന്നു ഇതേപോലെ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി വന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഫുള്ള് അടിപൊളി മീനുകളുണ്ട്. അടിപൊളി മീനുകൾ, അതായത് ഈ പല കളറിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കേട്ടോ ആൻസി, പവിഴപ്പുറ്റ് കാണണമെങ്കിൽ വാ. എന്താ ഇവരുണ്ടല്ലോ. ഇതേ പവിഴപ്പുറ്റ് കണ്ടോടി. മറ്റേ ജീവി ഒരു സാധനം അല്ലേ? അതെ. ആൻസി, വേറൊരു കാര്യം അറിയോ? നമ്മൾ മാത്രമാണ് ഈ രണ്ടാമത്തെ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നത്. വേറെ ആരും വരുന്നില്ല. ഇത് നോക്ക്, അല്ല ഇത് നോക്ക്. ഇത് വെള്ളം ഇറങ്ങിയിട്ട് അതിന് നേരൊന്നും ആയിട്ടില്ല കേട്ടോ. താന്നു പോലല്ലോ ഇല്ല. ഇതുകൊണ്ട് ഇതൊന്നും നല്ല ഭയങ്കര തിട്ടാട്ടോ. വലിയ തിട്ടാണ്. തിട്ടൊക്കെ ഇടിഞ്ഞ് വീഴാതെ ശ്രദ്ധിച്ച് പൊയ്ക്കോളുക അല്ലേ? ഇതുണ്ടോ അടുത്തൊരു നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടോ? അങ്ങനെ മൊത്തം ഇവിടെ 2 നാച്ചുറൽ ബ്രിഡ്ജാണ് ഉള്ളത് കേട്ടോ. ഇത് ശംഖാണോ ഡി? ഇതെങ്ങോട്ട് വലമ്പിരി ഇടമ്പിരി അങ്ങനെയൊക്കെ ഇല്ലേ? അത് ഊതിയ സൗണ്ട് കേൾക്കുന്ന ശംഖല്ല. ഇത് കൊള്ളാലോ. ഇത് പക്ഷേ മറ്റതുപോലെ അല്ലല്ലേ? ഇത് വെറും മണ്ണാ. അല്ല ആൻസി, പൊട്ടിപ്പോയല്ലേ? എവിടെ? അതിൻ്റെ ഉള്ളിൽ ആ ജീവിയുണ്ട്, അല്ലെങ്കിൽ നമുക്കത് എടുക്കാമായിരുന്നു അല്ലേ? പക്ഷേ ആൻസി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് മണ്ണാണ്, മൺതിട്ട ഇങ്ങനെ ആയേക്കുന്ന. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ആ ഫോണിൽ നീ ആ മാപ്പ് ഒന്ന് എടുത്തേ. നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കട്ടെ. അതന്നെ മാപ്പ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെയാണ് സംഭവം. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും അറ്റത്തെത്തി, നീല ഐലൻഡിൻ്റെ അപ്പുറത്തെ അറ്റത്തെത്തി നമ്മൾ അല്ലേ? പക്ഷേ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇനി ആൻഡമാൻ്റെ ഒരു ഇച്ചിരി നോർത്ത് സൈഡും കൂടി ഉണ്ട് അല്ലേ? ആൻഡമാൻ്റെ സോറി, അതായത് നമ്മുടെ ഇതൊക്കെ ഇപ്പോൾ ഇടി ഇവിടെ കണ്ടില്ലേ? അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു അമ്മ ഉണ്ട്, ഒരു അപ്പനും അമ്മയും ആരും ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് ആ ആൾക്ക് അസുഖമായിട്ട് മരിക്കാനായി. വീട്ടുകാരത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി വീട്ടുകാർ വന്നില്ല. ലാസ്റ്റ് മരിച്ച്. എന്നിട്ട് ഇവിടെയുള്ള നമ്മുടെ
മൂന്നാസേട്ടൻ തന്നെ പുള്ളി നടക്കേണ്ടി വന്നു. അതെ, എന്നിട്ട് അടക്ക് കഴിഞ്ഞപ്പോ അവർക്ക് ഇത് ചടങ്ങും കൂടെ ഒന്ന് നടത്തി തരുമോന്ന്. അതെ, അതാണ് അവസ്ഥ. ഇവിടുന്ന് നാട് വരെ എത്തിക്കണമെങ്കിലേ നല്ല റേറ്റ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് 2. ഇതിൻ്റെ അപ്പുറത്തേക്കും പോയാലും ബീച്ചും കാര്യങ്ങളും തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അല്ലേ, പക്ഷെ ഇതിനേക്കാളും സൂപ്പർ അപ്പുറത്തെ അടി. ഇത് ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു സെറ്റപ്പ്. ഇപ്പോൾ പോവാം. എന്തായാലും ഭംഗിയുണ്ടല്ലോ ഇവിടെ. നമ്മൾ ആ ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത്, അതറിയോ? ആൻസിയ മേളിത്തെ അയിനിമരങ്ങളാണ്, അത് കണ്ടോ? പക്ഷെ അതിന് താഴെ നിന്ന് നോക്കുമ്പോൾ വേറൊരു ഷേപ്പ് അല്ലേ. പക്ഷേ ഈ സൈഡിൽ വേറൊരു കാര്യം ആൻസി ശ്രദ്ധിച്ചോ? ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നീല നിറമൊക്കെ ഉണ്ട്, അത് അപ്പുറത്തേക്ക് നിൽക്കാത്തതുകൊണ്ട് നമുക്ക് തോന്നുക. അത് നമ്മൾ രാവിലെ ഇന്നലെയൊക്കെ പോയ ബീച്ചുകളെ പോലെ ആണോ എന്ന് നോക്കി. ഭയങ്കരമായിട്ട് തിരയടിക്കുന്നുണ്ട് ഇവിടെ, നല്ല സൗണ്ടും. ആണോ? ആ ഇതില്ലേ ഈ കാണുന്നുള്ളൂ, വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അധികം ആരും എല്ലാവരും നാച്ചുറൽ ബ്രിഡ്ജ് 1-ൻ്റെ അവിടെ വരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞ് ഈ 2-ൻ്റെ ഇങ്ങോട്ടും കൂടി പോകണം. അതും വലിയ കുഴപ്പമില്ല, കാരണം കുറച്ചും കൂടി അപ്പുറത്തേക്ക് നിൽക്കുവാണെങ്കിൽ അവിടുന്ന് അപ്പുറത്തേക്കുള്ള കടലിൻ്റെ വ്യൂ ഉണ്ടല്ലോ, പൊള്ളി വ്യൂ ആയിരിക്കും. തോർത്തുണ്ടല്ലേ? ആ ചിലപ്പോൾ ജീവനോടെ ഇരിക്കും അനുസരിച്ച് അവിടെ പോയി നമുക്ക് എന്നിട്ട് അക്വേറിയത്തിലിട്ട് വളർത്താം അല്ലേ? അതെ, ഇതൊക്കെ അടിപൊളിയാണ്. ഇത് കുറേ എന്താ പറയുക, നാച്ചുറലായിട്ട് ഭൂമിക്ക് ശരിക്കും ഭംഗി കൂട്ടാൻ അറിയാം അല്ലേ? പിന്നെ ഇത് എത്ര കൊല്ലം വെള്ളം അടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ആവുക. അടിപൊളിയില്ലേ? അത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ആ ചിലപ്പോൾ സുനാമിയുടെ ടൈമിലൊക്കെ റെഡി ഇങ്ങനെ ആയതാണെങ്കിലോ? അല്ല, അതൊക്കെ മുന്നേടിയുണ്ട് ഉണ്ടല്ലേ. ഇവിടെ നമ്മുടെ മാമൻ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. മാമൻ ഇപ്പം ഇറങ്ങും. പക്ഷെ ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉള്ളതാണല്ലോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ കേട്ടോ, ഫുള്ള് ക്ലാരിറ്റി തോന്നില്ല. പക്ഷെ ഒരുപാട് ജീവികൾ. ഇത് ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടോ, ക്ലിയർ. ഇതിൻ്റെ അടിഭാഗം വരെ എല്ലാം കാണാം. അത് ക്ലിയർ. പോകുന്ന ഓരോ മീനുകളെ വരെ നമുക്ക് എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി സൈസ് മീനുകളൊക്കെ കേട്ടോ. നിങ്ങളെങ്ങട്ടാ ചാവാൻ പോവാണോ? ആ ഓ സൂര്യാസ്തമയം കാണാം കേട്ടോ. ഇതുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കിണർ. ആ ഇല്ല, ഇതാ അവിടെ ആൾക്കാരുണ്ട്. ആണല്ലേ? അങ്ങോട്ടൊന്നും പോകണ്ട, അങ്ങോട്ടാ. വെള്ളത്തിന്റെ തിരമാലയുടെ ശക്തി കൂടിക്കൂടി വരിക കേട്ടോ. ഇവിടെ ഇങ്ങനെ അടിച്ച് പൊന്ത് കേട്ടോ, വെള്ളമൊക്കെ അടിച്ചിട്ട് പൊന്ത്. കാരണം ഇനി ഇവിടുന്ന് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പൊന്തി തുടങ്ങും. ഒരു കുറച്ച് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഫില്ലാവും കേട്ടോ. ഫില്ലാവില്ല, അല്ലാണ്ട് ഇവിടേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നത് അവിടെ വരെ വെള്ളമുണ്ട്. അത് ഫില്ലാവണം, ഫില്ലാവും. നമുക്ക് പോവാം. ഇതുകൊണ്ട് ഓരോ വലിയ തിരമാലകളൊക്കെ കേട്ടോ വരുന്നത്. ഇങ്ങോട്ട് അടിച്ചു കയറും. ഇങ്ങനത്തെ ഓരോ അടിക്കും ഇങ്ങോട്ട് കുറച്ച് വെള്ളം കയറിയ സംഭവം റെഡി ആയില്ലേ? പോവാ നമുക്ക്. ഓരോ പൊളി നമ്മൾ കണ്ടോണ്ടിരുന്നാലേ നമ്മള് പൊളിയും. സൂര്യനെ ഇറങ്ങി തുടങ്ങിട്ടോ. സൂര്യനെ ഇറങ്ങുന്നതിനനുസരിച്ചേ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അത് മാത്രല്ല, ഇരുട്ടുന്നതിനനുസരിച്ച് ഇവിടുത്തെ തിരമാലയുടെ ശക്തി കൂടി വരുന്നുണ്ട്. സമയം 5:45 അങ്ങോട്ട് കണ്ടില്ല, അത്യാവശ്യം നല്ല ഇരുട്ടി തുടങ്ങി. എന്നാ ഒരു ലുക്ക് നോക്കിയല്ലേ? എല്ലാരും പോവാൻ തുടങ്ങി. നമുക്ക് പോവാം. അവിടെ ഒരു ഫോട്ടോക്കാർ അത് ഫോട്ടോ എടുത്ത് പ്രാന്തായവര്, അവര് മെല്ലെ പോവുള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതമല്ലേ? നമുക്ക് പോവാം. സാധനങ്ങൾ നൽകുന്നുണ്ടോ? ഇഷ്ടംമാരി ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ചൊറിയുമായിരിക്കും. എന്തെങ്കിലും കുറെ കടലിലേക്ക് കുറെ കാണിച്ചിട്ടില്ലേ? ഔട്ടിറങ്ങി പോയില്ലേ? 2 സെക്കൻഡ് കൂടി നിൽക്കുകയാണെങ്കിൽ പുള്ളി ഇറങ്ങും മൊത്തത്തിൽ. പുള്ളിയുടെ ഡ്യൂട്ടി കഴിയും. പുള്ളിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഷിഫ്റ്റ് ആണ്. ഇനി അടുത്ത ആള് വരും. നൈറ്റ് ഡ്യൂട്ടീൻ്റെ ആള് വരണം. ഇതേ ഫോൺ കണ്ടാ തീർന്ന്, കുറച്ചും കൂടി ഉള്ളു. കൊള്ളാം. പക്ഷെ അവിടെ കൊണ്ട് ഒരു പ്രത്യേക ഒരു വളയം കണ്ടോ? ഒരു വളയം പോലെ. അപ്പോൾ ആൻഡമാനൊക്കെ വരുന്ന ആൾക്കാർ മാക്സിമം വരണം. എന്തായാലും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ കാണാതെ മിസ് ചെയ്യാതെ. ഇതൊരു ഷേപ്പിലായിട്ടൊരു
നമ്മുടെ ചെടിച്ചട്ടി, അതെ, ഒരു ചെടിച്ചട്ടി. അപ്പോൾ എല്ലാവരും മാക്സിമം വരുന്നവരൊക്കെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് വേണം പോകാമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടോ. അതുകൊണ്ടോ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഈ എല്ലാ കടകളും അടച്ചു കേട്ടോ, ഒരൊറ്റ കടകളില്ല. അമ്മേ നമ്മൾ പട്ടിണിയായില്ലേ? കരിക്കോറിന് എടുത്താലോ? കരിക്ക് വേണോ? ഉണ്ടല്ലേ, ലക്ഷത്തിൽ വെച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് വെട്ടിക്കാം. ഫുള്ള് കടകൾ അടച്ചു. ഞാനെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നേ. കണ്ടോ, ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. ഒരു ഗൈഡും ഇല്ല, ആരും ഇല്ല, എല്ലാവരും വീട്ടിൽ പോയി. കടകളെല്ലാം അടച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഐലൻഡ് അല്ലേ, എല്ലാവരും പെട്ടെന്ന് വീട്ടിൽ കയറും തോന്നുന്നു. ഇനി അവരുടെയൊക്കെ വീടൊക്കെ ഇതൊക്കെ തന്നെയാണെന്ന് ആർക്കറിയാം. ഇരുട്ടാൻ തുടങ്ങും. നമ്മളങ്ങനെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇനി ഒരു ബീച്ചിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടേ. കുളി വെള്ളത്തിലായോ? അല്ല, നമ്മള് ബീച്ചിൽ പോകണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളെന്ത് പറഞ്ഞാലും നടക്കാറില്ലല്ലോ അല്ലേ. ഇതൊക്കെ വാഴ ഇത് നമ്മുടെ ഇന്ത്യ തന്നെ ഇടിയാ. നമ്മുടെ നാട്ടിൽ എല്ലാ സാധനവും ഉണ്ട്. ഇതൊരു ഐലൻഡ് ആണെന്നുള്ളൊരു മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങളൊരു 50 രൂപയ്ക്കും കൂടെ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അപ്പുറം വരെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്തിരി മിന്നുന്ന പോലെ തോന്നി. അപ്പോൾ 50 രൂപയ്ക്കും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നീൽ ഐലൻഡിലെ ഏക പമ്പാണ്. ഈ ഒരു പമ്പ് മാത്രമാണ് ഈ നീൽ ഐലൻഡിലുള്ളൂ കേട്ടോ. വേറൊരു ഐലൻഡിൻ്റെ പേരാണ്, പക്ഷെ നമ്മളിപ്പം നീൽ ഐലൻഡ് എന്ന് പറയുന്നതാണുള്ളൂ. അതിലേക്കുള്ള ഏക ഒരു പമ്പാണ് കേട്ടോ. ഇതിന് ചുറ്റിനും നമ്മുടെ തെങ്ങാണ്, ഫുള്ള് തെങ്ങാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ചെറിയൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. സമൂസയാണ് ഇവിടുത്തെ മെയിൻ. പക്ഷേ ഇത്ര നമ്മൾ കാണാത്ത വേറൊരു സാധനം. എന്താ അനുസരിച്ച് ടേസ്റ്റ്? അതന്നെ മധുരല്ലേ, മധുരമുള്ള ഐറ്റം. അടിപൊളി സാധനമായിരിക്കും അല്ലേ. നമുക്ക് ഇന്നെന്നാ ഫുഡ് കഴിക്കണ്ടെന്ന് വെച്ചാലോ, ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ കഴിച്ച് വയറ് നിറച്ചാലോ. സൂപ്പറാണല്ലോ. റവ അവിടെ ആ ചേട്ടൻ സമൂസ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. വേറൊരു ഐറ്റം കൂടെ പോയി മേടിച്ചോണ്ടാ നിൽക്കണേ. മധുരം എന്ന് പറഞ്ഞാൽ മത്താവും നിങ്ങൾക്ക്. സൂപ്പർ മധുരം. എനിക്ക് മറ്റേ നന്നായിട്ട് തന്നെ മത്തായി, നല്ല മധുരമായിരുന്നു. ചായ ഉണ്ട്, പാൽപ്പൊടി ഇട്ട ചായ തോന്നുന്നുണ്ടോ? മാറിയിട്ടുള്ളൂ അല്ലേ, നന്നായി. അപ്പം ഞങ്ങളുടെ റൂമിലെത്തിയിട്ടോ. ഞങ്ങൾ അവിടെ കണ്ട ചായ ഇവിടെ എല്ലാം കഴിഞ്ഞപ്പോൾ ചായക്ക് ഭയങ്കര റേറ്റും കടിക്കും ഭയങ്കര റേറ്റ് ആയിപ്പോയി അല്ലേ. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടിപ്പുറത്തേക്ക് ഇന്ന് ഞങ്ങൾ അവിടുന്ന് ഒരു ചേട്ടനെ കൂട്ടി വിട്ടിരുന്നല്ലോ, ആ ചേട്ടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനെന്നുണ്ട് ചേട്ടയെ ആ ചേട്ടൻ്റെ കടയാണെന്ന് തോന്നുന്നു, നമുക്ക് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ ചെന്നേ. പക്ഷേ ആ ചേട്ടൻ ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇതുണ്ടോ പക്കാവട മേടിച്ചു. ഇത് പഴംപൊരി അല്ല കേട്ടോ, ബ്രെഡും അല്ല അത്. ഇത് ബ്രെഡ് പൊരി. ഇത് എനിക്ക് തോന്നുന്ന വഴുതനങ്ങയാണ്. ഇത് നീണ്ട വഴുതനങ്ങയും ഇത് റൗണ്ട് വഴുതനങ്ങയാണ് തോന്നുന്നു. ആണോ? ഓ, കായ് ബജ്ജി. അതിൻ്റെ കായ മൊത്തം നിങ്ങളുടെ വയലത്തിൽ പോയാലോ, നീയാണ് ഈ ബജ്ജി മൊത്തം നിങ്ങളായിരിക്കും. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് അല്ലേ, ഇത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഇതുകൂടെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കുളിക്കണം, അങ്ങനെ ഉറങ്ങണം, ഒരുപാട് പരിപാടിയുണ്ട്. അതുമല്ല നമുക്ക് നമ്മുടെ ജിയോ സിം ഒന്ന് റേഞ്ച് ചില സ്ഥലത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ലാസ്റ്റ് പോയ നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ജിയോ സിമ്മിന് റേഞ്ച് ഉണ്ട്. വീട്ടിലേക്കൊക്കെ ഞങ്ങൾ വിളിച്ചു, പേടിച്ചു പോയി സംഭവം. വീട്ടിൽ മറ്റേ ആ എന്തോ ഒരു വയനാട്ടിൽ ആ സൗണ്ട് കേട്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനൊക്കെ ആയിട്ട് വിളിച്ചാട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് രാവിലെ തന്നെ സ്കൂട്ടറും കൊടുത്ത് നമ്മൾ നേരെ ഹാവലോക്ക് ഐലൻഡ് പോകും കേട്ടോ. പിന്നെ അവിടെ ഒരു ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ പോർട്ട് ബ്ലെയറിലേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ അവിടുത്തെ ഫോറസ്റ്റിലൊക്കെ പോകണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 ഐലൻഡിൽ ഓരോ ദിവസം വെച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതോടെ വരെ ബൈ.